ലൈംഗിക വിവാദങ്ങളിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 38 ദിവസത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തി. മുൻ പഞ്ചായത്ത് മെമ്പർ ജോയിയുടെ വീട്ടിലേക്കാണ് രാഹുൽ ആദ്യം എത്തിയത്. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ മണ്ണാർക്കാട് തെങ്കരയിൽ ഉള്ള PJ പൗലോസിന്റെ വീടും രാഹുൽ സന്ദർശിക്കും. ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നതായി രാഹുൽ പ്രതികരിച്ചു. പറയാനുള്ളതെല്ലാം പറയാന്ന് പറഞ്ഞല്ലോ. എപ്പോഴാണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നതാണ് ഈ ഡിവൈഎഫ്ഐയും BJP ഒക്കെ അറിയിച്ചിരിക്കുന്നത്? എന്താണ് വീടുകളിൽ കയറുകയാണോ? ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്തു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അജിത് ബാബു ഉണ്ട്. അജിത്ത്, അനന്തമായി അങ്ങ് തുടരുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ യാത്ര. എവിടെയും ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുന്നില്ല. ഇപ്പോൾ അത് എവിടെയാണ് എത്തിയിട്ടുള്ളത്? പ്രതിഷേധം കണക്കിലെടുത്ത് എന്തെങ്കിലും സുരക്ഷ ഒരുക്കിയിട്ടുണ്ടോ? എന്താണ് വിശദാംശങ്ങൾ? യാത്രയാണ്. അതിനുശേഷം ഇത്തരത്തിൽ ഈ PJ പൗലോസ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ അദ്ദേഹത്തിന്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്ന ഇത്തരത്തിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് സന്ദർശനം നടത്തി. അവിടെ നിന്ന് ആംബുലൻസിനൊപ്പം തെങ്കരയിലെ ഇത്തരത്തിൽ PJ പൗലോസിന്റെ വീട്ടിലേക്ക് ഇപ്പോൾ ആ ആംബുലൻസ് എത്തിയിരിക്കുകയാണ്. അത്തരത്തിൽ അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആംബുലൻസിനൊപ്പം എത്തുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ ആംബുലൻസിനൊപ്പമാണ് രാഹുൽ എത്തിയത്. ഇപ്പോൾ വീടിനുള്ളിലേക്ക് കടന്നു പോയിരിക്കുകയാണ്. അവിടെ നിന്ന് ഈ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷമായിരിക്കും രാഹുൽ ഇത്തരത്തിൽ തിരിച്ച് ഇറങ്ങി വരിക. ഇത്തരത്തിൽ രാഹുൽ ഈ മൃതദേഹവുമായ ആളുകൾ, കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെയും ഇവിടെയുണ്ട്. തെങ്കരയിലെ ഈ വീട്ടിലുണ്ട്. അവിടെയാണ് ഇപ്പോൾ രാഹുലും ഉള്ളത്. സ്വാഭാവികമായി ഇതൊരു ഭരണ വീടാണ്. മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അവരുടെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ്. കോൺഗ്രസ് KPCCയുടെ മുൻ സെക്രട്ടറി ഉൾപ്പെടെ ആയിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഇവിടുത്തെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും സ്ഥലത്തുണ്ട്. ഇങ്ങോട്ടേക്ക് പ്രതിഷേധം ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളൊന്നുമില്ല. അത്തരത്തിൽ അവരുടെ ഏറ്റവും മുതിർന്ന നേതാക്കളെല്ലാം ഉള്ള സ്ഥലം കൂടിയാണ്. അവിടെ നിന്ന് രാഹുൽ തിരിച്ച് പാലക്കാട്ടേക്ക് പോകും. അവിടെ MLA ഓഫീസിലേക്കാണ് രാഹുൽ എത്തുക. ഇതിനോടകം തന്നെ പാലക്കാട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞ് പ്രതിഷേധങ്ങൾ തുടരുകയാണ്. അജിത്ത്, ലൈംഗിക വിവാദങ്ങളിൽ പ്രതിച്ഛായ തന്നെ നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA 38 ദിവസത്തിന് ശേഷം പാലക്കാട് മണ്ഡലത്തിൽ തിരിച്ചെത്തിയിരിക്കുകയാണ്. മുൻ പഞ്ചായത്ത് മെമ്പർ ജോയിയുടെ വീട്ടിലേക്കാണ് ആദ്യം രാഹുൽ എത്തിയത്. അന്തരിച്ച മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകൻ മണ്ണാർക്കാട് തെങ്കരയിലുള്ള PJ പൗലോസിന്റെ വീടും രാഹുൽ സന്ദർശിക്കും. ആ മരണവീട്ടിലും സന്ദർശനം നടത്തും. മണ്ഡലത്തിലെത്തി വിവിധ ഇടങ്ങളിലേക്ക് സന്ദർശിക്കാനെന്ന മട്ടിലാണ് രാഹുൽ അവിടെ എത്തിയിട്ടുള്ളത്. അങ്ങനെ ജനങ്ങളെ കാണാനും അഭിസംബോധന ചെയ്യാനും ഒക്കെയാണ് എത്തിയിട്ടുള്ളത്. നിലവിൽ ജനങ്ങൾ ഈ വിഷയത്തിൽ, അദ്ദേഹത്തിനെതിരെ ഉയർന്ന ലൈംഗികാരോപണ വിഷയങ്ങളിൽ ജനങ്ങൾ വലിയ രീതിയിൽ പ്രതിഷേധമൊന്നും ഉയർത്തിയിട്ടില്ല എന്ന സൂചനകളൊക്കെ ലഭിച്ചതിന് പിന്നാലെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നത്. ജനാധിപത്യപരമായ എല്ലാ പ്രതിഷേധങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് രാഹുൽ പ്രതികരിച്ചത്. രാഹുൽ എന്തെങ്കിലും ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ പ്രതിഷേധം ഉയർത്തുമെന്ന് തന്നെയാണ് CPIM-ഉം BJP-യും വ്യക്തമാക്കിയിരിക്കുന്നത്. യുവജന സംഘടനകളുടെ അടക്കം വലിയ പ്രതിഷേധമായിരുന്നു ഈ വിഷയത്തിൽ അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നത്. നിരവധി ആരോപണങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിവാദങ്ങളും ആരോപണങ്ങളും എല്ലാം ഉയർന്നു വന്നു. പക്ഷേ പരാതികൾ ഇല്ലാത്ത ഘട്ടത്തിൽ ഇന്ന് പാലക്കാടിൽ വന്നു. ഒരു വശത്ത് പാലക്കാട് BJP-യുടെ പ്രതിഷേധവും നടക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഔദ്യോഗികമായി എന്തെങ്കിലും പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അവിടെ പ്രശ്നമുണ്ടാക്കും, അല്ലെങ്കിൽ പ്രതിഷേധമുണ്ടാക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ തടയുമെന്ന് BJP വ്യക്തമാക്കിക്കൊണ്ട് അവിടെ പ്രതിഷേധം നടക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അദ്ദേഹം രാജിവെച്ച് കൃത്യമായി പുറത്തു പോവുകയാണ് അദ്ദേഹം ചെയ്യേണ്ടത്. പക്ഷേ വെല്ലുവിളിയാണ് നടത്തുന്നത്. അതുകൊണ്ട് ആ വെല്ലുവിളി ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ MLA സ്ഥാനം രാജിവെക്കുന്നവരെ ഭാരതീയ ജനതാ പാർട്ടി ഈ സമരം തുടരുക തന്നെ ചെയ്യും പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇന്നത്തെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ആദരണീയ ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത് ശിവൻ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ പ്രതിഷേധ പരിപാടിയിൽ ലെവിൻ കെ വിജയനുണ്ട്. ഇപ്പോൾ BJP പ്രതിഷേധം നടക്കുന്ന ഇടത്ത് ലെവിൻ ചൂലുമൊക്കെയായി വന്നാണ് പ്രതിഷേധം നടത്തുന്നത്. അത് അവിടെ ഏതൊക്കെ നേതൃത്വമാണ് അവിടെ എത്തിയിട്ടുള്ളത്? എന്താണ് വിശദാംശം? ജില്ലാ അധ്യക്ഷൻ ശ്രീ സാജു സെബാസ്റ്റ്യൻ
അഖില BJP പാലക്കാട് ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ നേതൃത്വത്തിൽ ഓഫീസിലേക്ക് പ്രതിഷേധം നടക്കുന്നത്. കുറ്റിച്ചൂലുമായി എത്തി സ്ത്രീകളടക്കമുള്ള പ്രവർത്തകരാണ് ഈ പ്രതിഷേധം നടത്തുന്നത്. ഭ്രൂണഹത്യ നടത്തിയ, സ്ത്രീപീഡനം നടത്തിയ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് BJP-യുടെ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. MLA-യുടെ പൊതുപരിപാടികൾ ഒരു തരത്തിലും നടത്താൻ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇവർ ഇതിനോടകം തന്നെ പറഞ്ഞ് വ്യക്തമാക്കിയിരിക്കുന്നത്. സ്വകാര്യ സന്ദർശനങ്ങളോ വ്യക്തിപരമായ സന്ദർശനങ്ങളോ ഒന്നും BJP പ്രതിഷേധവുമായി എത്തുന്നില്ല. മറിച്ച് സ്വകാര്യമായ ഇത്തരത്തിൽ പൊതുപരിപാടികളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി BJP മുന്നിലുണ്ടാകുമെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ അടക്കമുള്ള നേതാക്കൾ ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. സമരത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നതേയുള്ളൂ. ജില്ലാ അധ്യക്ഷൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏതായാലും BJP-യുടേതായിട്ടുള്ള ഒരു ശക്തമായ പ്രതിഷേധത്തിന് കൂടി ഒരിക്കൽ കൂടി പാലക്കാട് വേദിയാവുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. MLA ഓഫീസിന് മുന്നിൽ കനത്ത പോലീസ് കാവലാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. നിരവധി പോലീസുകാർ വലിയ സന്നാഹങ്ങളോടുകൂടി തന്നെ MLA ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. മറുവശത്ത് DYFI-യുടെ നേതൃത്വത്തിൽ തൃശൂർ പാലക്കാട് ടൗണിൽ കോട്ട മൈതാനത്തിന് സമീപം കോഴി മാങ്കൂട്ടത്തിനെ അനുവദിക്കില്ല, പാലക്കാട് എത്തിയിട്ടുണ്ട്, സൂക്ഷിക്കുക എന്നുള്ള നിലയിൽ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിഷേധ പരിപാടി കൂടി നടക്കുന്നുണ്ട്. ചെണ്ട കൊട്ടി പൊതുജനങ്ങളെ MLA സ്ഥലത്തെത്തിയ കാര്യം അറിയിക്കുന്ന തരത്തിലായിരിക്കും ആ പ്രതിഷേധം നടത്തുക എന്നുള്ളതാണ് DYFI-യുടെ ജില്ലാ ഭാരവാഹികൾ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും വലിയൊരു പ്രതിഷേധത്തിന് കൂടി വീണ്ടും പാലക്കാട് വേദിയാകും MLA ഈ മണ്ഡലത്തിലേക്ക് എത്തുമ്പോൾ. ഇപ്പോൾ ഇവിടെ കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഉള്ളതെങ്കിലും കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ചുകൊണ്ട് പ്രതിഷേധം അജിത്ത് കൂടിയുണ്ട് നമുക്കൊപ്പം. അജിത്ത്, ലൈംഗിക വിവാദങ്ങളിൽ പ്രതിച്ഛായ നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇപ്പോൾ മണ്ഡലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതേ വിവിധ ഇടങ്ങളിൽ പോകുന്നുണ്ട്. ഇപ്പോൾ ആ മരണ വീട്ടിലേക്കും എത്തും എന്നാണ് അറിയുന്നത്. അവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? അഖില, മരണ വീട്ടിലേക്ക് അല്പസമയത്തിന് മുമ്പ് എത്തി PJ പൗലോസ് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ തന്നെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാവായ അദ്ദേഹത്തിന്റെ ആംബുലൻസിന്, അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ട് വന്ന ആംബുലൻസിന് പിന്നാലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഇത്തരത്തിൽ ഈ വീട്ടിലേക്ക് എത്തിയത്. സംസ്കാര ചടങ്ങുകൾക്കൊക്കെ ശേഷമായിരിക്കും അദ്ദേഹം ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങി പാലക്കാട്ടേക്ക് തിരിച്ചു വരിക. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മരണ വീടാണ്, സ്വാഭാവികമായി ഇവിടെ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഇവിടെ നിന്ന് രാഹുൽ തിരിച്ച് പാലക്കാട്ടേക്ക് വരുമ്പോൾ വലിയ പ്രതിഷേധ പരിപാടികൾ ഇതിനോടകം തന്നെ ആസൂത്രണം ചെയ്തു കഴിഞ്ഞു. വിവിധ സംഘടനകൾ അത്തരത്തിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയിച്ചു കഴിഞ്ഞു. ഈ സംഭവങ്ങൾക്കെല്ലാം ശേഷം 3 തവണയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആകെ മാധ്യമങ്ങളെ കണ്ടത്. ഒന്ന് പത്തനംതിട്ടയിലെ വീട്ടിൽ വെച്ചാണ്. അന്ന് രാഹുലിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നത് നമ്മൾ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനുശേഷം നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ അവിടെ നിന്ന് മാധ്യമങ്ങളെ കണ്ടതാണ്. അന്നും മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സാഹചര്യം ഉണ്ടായില്ല. പകരം തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് മാത്രം പോകുന്ന സാഹചര്യമാണ്. ഇന്ന് രാഹുൽ മാധ്യമങ്ങളെ വിശദമായി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതും സമാനമായ രീതിയിലാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രധാനമായും രാഹുൽ വ്യക്തമാക്കേണ്ട ആ പുറത്തു വന്ന ഓഡിയോ സംഭാഷണം തൻ്റേതാണോ അല്ലയോ എന്നുള്ള ചോദ്യത്തിന് പോലും, പ്രാഥമികമായ ചോദ്യത്തിന് പോലും രാഹുൽ ഇതുവരെ ഉത്തരം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണ്ഡലത്തിൽ രാഹുൽ എത്തുമ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾക്കും സമരങ്ങൾക്കും കാരണമാകും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനും ഇത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികൾക്ക് കാരണമാകും. കാരണം രാഹുലിനൊപ്പം വാഹനത്തിൽ ഉണ്ടായിരുന്നത് KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. അത് ചെറിയ പോസ്റ്റല്ല. നമുക്കറിയാം, ഒരു സംഘടനയുടെ, വിദ്യാർത്ഥി സംഘടനയുടെ, കോൺഗ്രസിൻ്റെ അനുകൂലമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് തന്നെ, ജില്ലയിൽ ഈ KSUവിനെ നയിക്കുന്ന നിഖിൽ കണ്ണാടി തന്നെ രാഹുലിനൊപ്പം സഞ്ചരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി തന്നെയായിരിക്കും സംസ്ഥാന നേതൃത്വവും കാണുക. ഇന്നലെ VD സതീശൻ ജില്ലയിലെത്തി രാഹുലിൻ്റെ വിഷയം പ്രവർത്തകർക്ക് മുമ്പിൽ വിശദീകരിച്ചപ്പോഴും ജില്ലാ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് രാഹുലിനെതിരെ എടുത്തത് കൂട്ടായ നടപടിയാണെന്ന് പറയുമ്പോഴും ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ ഇത്തരത്തിൽ പങ്കെടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇനിയും കൂടുതൽ നേതാക്കൾ രാഹുലിനൊപ്പം പങ്കെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഏതാണെങ്കിലും പാലക്കാട് വലിയ തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾ തന്നെയായിരിക്കും വരും മണിക്കൂറുകൾ അരങ്ങേറുക എന്ന കാര്യത്തിൽ സംശയമില്ല. അഖില രവീന്ദ്രൻ. അജിത് ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.